ലഹരിയുടെ കോട്ടകൾ തകർന്ന തരിപ്പണമാകുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ലഹരിയുടെ വേരറുക്കാൻ ഇറങ്ങിത്തിരിച്ച ഓപ്പറേഷൻ തുഫാൻ ചരിത്രം കുറിക്കുകയാണ്. വെറും 15 ദിവസങ്ങൾ കൊണ്ട് 10 കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇത് സാധാരണ ഒരു റെയ്ഡല്ല, മറിച്ച് ലഹരി മാഫിയയുടെ വേരറുത്ത യഥാർത്ഥ കൊടുംകാറ്റാണ്. ഈ നാടിന്റെ യൗവനത്തെയും ഭാവി തലമുറയെയും വിഴുങ്ങാൻ കാത്തിരുന്ന വിഷപ്പാമ്പുകളുടെ തലയ്ക്കാണ് ഇപ്പോൾ അടി വീണിരിക്കുന്നത്. കോടികൾ കൊഴുക്കുന്ന ലഹരി കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ച വമ്പൻ സ്രാവുകളാണ് വലയിൽ വീഴുന്നത്. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ഈ പോരാട്ടത്തിന് പരസ്യ പിന്തുണയുമായി എത്തിയതോടെ ഓപ്പറേഷൻ തുഫാൻ ജനകീയമായ ഒരു യുദ്ധമായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൈകോർക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തപ്പോൾ അത് ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഏറ്റെടുത്തത്. സിനിമയിലെ വെറും ഒരു നടനല്ല, യഥാർത്ഥ ജീവിതത്തിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരനായ നായകനാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ലഹരി എന്ന ഈ മഹാമാരിക്കെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹം കാണിച്ച ആർജവം ശരിക്കും പ്രശംസനീയമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ പിടിച്ചെടുത്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അന്തർ സംസ്ഥാന ലഹരി ശൃംഖലകളെ ഒന്നടങ്കം തകർക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുമുണ്ട്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വല വിരിച്ചിരുന്ന ചെറുകിട കച്ചവടക്കാർ മാത്രമല്ല, അവർക്ക് മുകളിൽ ഇരിക്കുന്ന വമ്പൻ സ്രാവുകളും ഇപ്പോൾ തുഫാന്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആർക്കും പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കിങ് പിന്നുകളാണ് ഇപ്പോൾ അഴിക്കുള്ളിലായത്. തമിഴ്നാട്, കർണാടക അതിർത്തികൾ വഴിയും കടൽ മാർഗവും കേരളത്തിലേക്ക് ഒഴുകിയെത്തിരുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാന പാതകളെല്ലാം തന്നെ ഈ ഓപ്പറേഷനിലൂടെ അടച്ചുപൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലഹരി മാഫിയയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഉറക്കമില്ലാത്ത രാത്രികളും കൃത്യമായ ആസൂത്രണവുമാണ് ഈ 15 ദിവസത്തെ വിജയത്തിന് പിന്നിലുള്ളത്. ലഹരി മാഫിയയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ, രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ അടിപ്പെടാതെ കൃത്യമായി ചുവടുകൾ വെച്ച ഉദ്യോഗസ്ഥർക്ക് മലയാളി സമൂഹം ഒന്നടങ്കം സല്യൂട്ട് നൽകേണ്ടതുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ കൃത്യമായി കോർത്തിണക്കി എവിടെയൊക്കെ റെയ്ഡ് നടത്തണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചാണ് തുഫാന്റെ അണിയറ ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പഴുതുപോലുമില്ലാതെ പ്രതികളെ പൂട്ടാൻ കഴിഞ്ഞതും. ഇനിയെങ്കിലും ലഹരി വിറ്റ് പണക്കാരാകാം എന്ന് കരുതുന്നവർ ഒരിക്കലെങ്കിലും ഓർക്കുക, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഓപ്പറേഷൻ തുഫാൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ് എന്നതാണ് മുന്നിൽ കാണുന്ന ഉദാഹരണങ്ങൾ. കേരളത്തിലെ ഓരോ ജില്ലയിലും ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ സജീവമായി രംഗത്തുണ്ട്. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. പണം മാത്രം ലക്ഷ്യം വെച്ച് പുതുതലമുറയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ ക്രിമിനലുകളോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഈ ഓപ്പറേഷന്റെ പ്രധാന സന്ദേശവും. ഈ അവസരത്തിൽ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കളുടെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. അവർ ലഹരിയുടെ കെണിയിൽ പെടാതിരിക്കാൻ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ ശ്രദ്ധ നൽകണം. പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ഈ വിപത്തിനെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയില്ല. അതിന് പൊതുസമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ അത്യന്താപേക്ഷിതമാണ്. മോഹൻലാൽ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലഹരിയോട് നോ പറയാൻ അവരെ പഠിപ്പിക്കുക ഓരോ മാതാപിതാക്കളുടെയും കടമ കൂടിയാണ്. ന്യൂസ് ID കേരള എക്കാലത്തും ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരു ശക്തിയെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഓപ്പറേഷൻ തുഫാൻ പോലുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. അവരുടെ വിജയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ലഹരിക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ വൻ വിജയമാക്കിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും മലയാളത്തിന്റെ ലാലേട്ടനും ന്യൂസ് ID കേരളയുടെ ബിഗ് സല്യൂട്ട്. തുഫാൻ ഇനിയും ആഞ്ഞടിക്കട്ടെ. ഈ ലഹരിവേട്ട ഒരു പാഠമാകണം. ഇനിയൊരുവനും കേരളത്തിന്റെ മണ്ണിൽ കഞ്ചാവോ MDMAയോ വിതരണം ചെയ്യാൻ ധൈര്യപ്പെടരുത്. നിയമത്തിന്റെ കൈകൾ അത്രമേൽ ശക്തമായി കഴിഞ്ഞു. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഈ നാടിനെ ലഹരി മുക്തമാക്കാം. വരും തലമുറയ്ക്കായി ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്ക് ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാം. ഓർക്കുക, ലഹരി ജീവിതം തകർക്കും, എന്നാൽ ഓപ്പറേഷൻ തുഫാൻ ലഹരി മാഫിയയെ തകർക്കും. കളി ഇനി വേറെ ലെവലാണ്.